പ്രിയപ്പെട്ടവരെ, ഇറാന് നേരെ ഇസ്രായേലും അമേരിക്കയും നടത്തിയ കടന്നാക്രമണത്തെക്കുറിച്ചല്ല, ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രത്യാക്രമണത്തെക്കുറിച്ചുമല്ല. അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. ഞാനിവിടെ പറയാൻ പോകുന്നത് ഇറാനിലും ഇസ്രായേലിലും മറ്റ് അറബ് രാജ്യങ്ങളിലുമായി നടക്കുന്ന യുദ്ധം അഥവാ ഏറ്റുമുട്ടൽ നമ്മുടെ മലയാളക്കരയിൽ ഉണ്ടാക്കിയിട്ടുള്ള ചില പ്രത്യാഘാതങ്ങളെ കുറിച്ച് മാത്രമാണ്. അത് നമുക്ക് നിസ്സാരമായിട്ട് പറയാവുന്ന കാര്യമാണ്. ഇറാനിൽ യുദ്ധമുണ്ടായി. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേലിന്റെ ബോംബർ വിമാനങ്ങൾ മിസൈൽ വർഷിച്ചു എന്ന വാർത്ത മലയാളക്കരയെ ഞെട്ടിച്ചു. ഇങ്ങനൊരു യുദ്ധം അനിവാര്യമാണ്, യുദ്ധം ആസന്നമാണ്, യുദ്ധം ഏത് സെക്കൻഡിലും പൊട്ടിപ്പുറപ്പെടാം എന്നൊക്കെ ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും അത്യാവശ്യം പ്രാദേശിക മാധ്യമങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇതുപോലെ ഒരു ആക്രമണം ഉണ്ടാകും എന്ന് ആരും വിചാരിച്ചില്ല. കുറഞ്ഞ പക്ഷേ ഞാനെങ്കിലും വിചാരിച്ചില്ല. അതുമാത്രമല്ല, ഈ ആക്രമണത്തിന്റെ പ്രത്യേകത പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിൽ ബോംബിട്ടു എന്ന വാർത്ത കേട്ടപ്പോൾ നമുക്ക് സങ്കടം തോന്നിയെങ്കിലും ഞെട്ടലുണ്ടായില്ല. കാരണം അതൊക്കെ യുദ്ധത്തിൽ സാധാരണമാണ്. പാലസ്തീനിൽ ഗസയിലൊക്കെ സാധാരണയായിട്ട് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വിദ്യാലയത്തിലും അനാഥാലയത്തിലും അതുപോലെ ആശുപത്രികളിലൊക്കെ ബോംബിടും. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരി താമസിക്കുന്ന വീട്ടിൽ ബോംബിടുക എന്ന് പറഞ്ഞാൽ അത് അത്ര സർവ്വസാധാരണമായിട്ടുള്ള കാര്യമല്ല, സാധാരണമായിട്ടുള്ള കാര്യവുമല്ല. അത് വളരെ വളരെ അപൂർവത്തിൽ അത്യപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. കാര്യം അമേരിക്കയിലെ ഏജന്റുമാർ ഒസാമ ബിൻ ലാഡനെ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്ത് എന്ന് ബാധിച്ച് നമുക്കറിയാം. അതല്ലെങ്കിൽ ഈ സഖാവ് നിക്കോളാസ് മഡുറോയെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയെന്ന് നമുക്കറിയാം. പക്ഷെ എന്നാൽ പോലും ഒരു രാജ്യത്തിൻ്റെ പരമാധികാരി താമസിക്കുന്ന വീട്ടിൽ നേരെ മിസൈൽ ആക്രമണം നടത്തുക, അവിടെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥന്മാർ മുൻ പ്രസിഡന്റിനെയും ഒക്കെ വധിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇവരെവിടെ ഉണ്ട് എന്ന് കൃത്യമായിട്ട് അറിയുകയും ആ സ്ഥലത്തേക്ക് ആക്രമണം നടത്തി ആക്രമണം 100% വിജയകരമായിട്ട് പൂർത്തിയാക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അങ്ങനെ ഒരു അതിക്രമമാണ് ടെഹ്റാനിൽ ആദ്യം നടന്നത്. അതേ തുടർന്ന് പിന്നെ തിരിച്ചടിക്കല്ലാതെ ഇറാന് വേറെ യാതൊരു നിവൃത്തിയിലുണ്ടായി. അവർ ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ചു. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ സഖ്യകക്ഷികളായ UAE-യിലേക്കും അതുപോലെ തന്നെ ബഹ്റൈനിലേക്കും സൗദി അറേബ്യയിലേക്കും ഈവൻ ഖത്തറിലേക്ക് വരെ മിസൈലുകൾ അയച്ചു. ഇറാൻകാർക്ക് ഉന്നം കുറവായതുകൊണ്ട് ഈ മിസൈലുകളെല്ലാം കൃത്യസ്ഥലത്തല്ല ചെന്ന് വീണു. ലക്ഷ്യസ്ഥാനത്തിൻ്റെ 100 വാര അല്ലെങ്കിൽ 1 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലങ്ങളിൽ ചെന്ന് പതിക്കും. ചിലതൊക്കെ ജനവാസ കേന്ദ്രങ്ങളിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ ആളുകളെ ചകിതരായി. നമ്മുടെ പലരുടെയും ബന്ധുക്കൾ ഈ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഈ ഇറാന് ഉന്നമുണ്ടോ ഉന്നമില്ലയോ എന്നുള്ളത് നമ്മളെ വിഷയമല്ല. നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, പരിചയക്കാർ, നാട്ടുകാരൊക്കെ അവിടെ ധാരാളമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഇവരുടെ ഒന്നും നെഞ്ചത്ത് പോയത് വിടാൻ നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. ഇവിടെ യുദ്ധം വേണം, ഇറാനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റണം എന്ന് പറയുന്ന ആളുകളുണ്ട്. അതുപോരാ, ഇസ്രായേലിനെ മലത്തി അടിക്കണം, ഭൂപടത്തിൽ നിന്ന് മാറ്റി കളയണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മുടെ ആരെങ്കിലും ബന്ധുക്കളുടെ നെഞ്ചത്ത് മിസൈലോ അല്ലെങ്കിൽ പാറ്റൻ ടാങ്കിൻ്റെ ഉണ്ടയോ അതുമല്ലെങ്കിൽ ബോംബോ വന്ന് വീഴാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ജനങ്ങൾ ഭയചകിതരായി. ജനങ്ങളുടെ ഈ ആശങ്കയെ ഊതിപ്പെരുപ്പിച്ച് വീട്ടിൽ കിടക്കുന്ന ബന്ധുക്കൾക്ക് ഉറക്കമില്ലാതാക്കാനായിട്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും ഉണർന്നു പ്രവർത്തിക്കും. ആ കാര്യത്തിൽ ഏറ്റവും വലിയ വിജയം നേടിയത് സ്വാഭാവികമായിട്ടും നമ്മുടെ ട്രീ കട്ടർ ചാനലാണ്. ഈ പരിപാടിയിൽ ട്രീ കട്ടറിനെ തോൽപ്പിക്കാൻ വേറെ ആർക്കും സാധിക്കില്ല. 24 ന്യൂസും ശക്തമായിട്ട് ശ്രമിച്ചു നോക്കി, പക്ഷേ അവർക്കൊന്നും അടുത്തെത്താൻ പറ്റില്ല. മറ്റ് ചാനലുകളും അവരാൽ കഴിയും വിധം ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ആർക്കും ട്രീ കട്ടറിൻ്റെ നിലവാരത്തിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. അച്ചടി പത്രത്തിന് ഇപ്പോൾ പഴയ വലിയ പ്രാധാന്യമൊന്നുമില്ല. എന്നാലും അച്ചടി പത്രങ്ങളിൽ മലയാള മനോരമയും മാധ്യമവുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. മാധ്യമം പിന്നെ താത്വികമായിട്ടുള്ള എതിർപ്പാണ്. മനോരമയാണെങ്കിൽ വായനക്കാരെ സംഭ്രാന്തരാക്കി സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ്. അപ്പം ഇങ്ങനെ വലിയ യുദ്ധം അവിടെ നടക്കുന്നു. ആളുകളെ പേടിപ്പിക്കാനുള്ള വലിയ സമരം നമ്മുടെ നാട്ടിൽ നടക്കും. പിന്നെ പ്രതികരണ തൊഴിലാളികളുടെ കാര്യം പറഞ്ഞാൽ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത്, നമ്മുടെ നാട്ടിലെ മതപണ്ഡിതന്മാർ, ഞാൻ ഉദ്ദേശിച്ചത് മുസ്ലിം മതപണ്ഡിതരായിട്ടു, ഇവർ മിക്കവരും തന്നെ നിശബ്ദരാണ്. അല്ല, പ്രതികരിക്കുകയാണെങ്കിൽ തന്നെ വളരെ സൗമ്യമായി സംയമനത്തോടു കൂടിയാണ് പ്രതികരിക്കുന്നത്. ആരും തന്നെ കടുപ്പത്തിൽ ഒരു പ്രസ്താവന നടത്തി ഇസ്രായേലിൻ്റെ കണ്ണിൽ കരടാകാൻ ആഗ്രഹിക്കുന്നില്ല. അമേരിക്കയെ വെറുപ്പിക്കാനും ആഗ്രഹിക്കുന്നില്ല.
അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ മുസ്ലിയാക്കന്മാരൊക്കെ അമേരിക്കയുടെ ചെലവിലാണ് അല്ലെങ്കിൽ ഇസ്രായേലിനെ പേടിച്ചിട്ടാണ് കഴിയുന്നത്. അങ്ങനെയല്ല. ഇപ്പോൾ ഫലസ്തീന് നേരെയാണ് ആക്രമണം നടക്കുന്നത്, ഗസയിലാണ് ബോംബിടുന്നത്. ഇവരെല്ലാവരും ചാടി എഴുന്നേറ്റ് ഉറക്കെ അത്യുച്ചത്തിൽ പ്രതികരിച്ചാണ്. പക്ഷെ ഇവിടെ യുദ്ധം നടക്കുന്നത് ഇസ്രായേലിന് നേരെ മാത്രമല്ല, അമേരിക്കയുടെ സഖ്യശക്തികളായിട്ടുള്ള സൗദി അറേബ്യക്കും ഖത്തറിനും അതുപോലെ UAEക്കും പോരാത്തതിന് ബഹ്റൈനിലും എതിരായിട്ടാണ്. അപ്പോൾ ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ സാമാന്യമായിട്ട് തൊട്ട് കിട്ടുന്നവരാണ് നമ്മുടെ നാട്ടിലെ പല മൂലാക്കന്മാരും. ഇത് ഇവരെന്തെങ്കിലും പ്രതികരിച്ചാൽ, ശക്തമായ ഭാഷയിൽ എന്തെങ്കിലും മലയാളത്തിൽ പ്രതികരിച്ചാൽ, ഇവരുടെ എതിർ ഗ്രൂപ്പുകാർ അപ്പോൾ തന്നെ ഇത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ബന്ധപ്പെട്ട ഷെയ്ഖുമാർക്ക് അല്ലെങ്കിൽ രാജാക്കന്മാർക്ക് എത്തിച്ചു കൊടുക്കും. പിന്നെ ഈ മുസ്ലിയാക്കന്മാർക്ക് കാലെടുത്ത് മറ്റേ രാജ്യത്ത് ചവിട്ടാൻ പറ്റിയില്ല, ചവിട്ടി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവനെ ചവിട്ടി കൂട്ടി ജയിലിലാക്കും. അതുകൊണ്ട് മുസ്ലിയാക്കന്മാർ ദീനുൽ ഇസ്ലാമിന് എന്ത് ദോഷം വരുന്നു എന്ന് വിചാരിച്ചിട്ടല്ല, അല്ലെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചില്ല, അവരുടെ പോക്കറ്റിനെ കുറിച്ച്, അവരുടെ കീശയെക്കുറിച്ച്, അവരുടെ മടിശീലയെക്കുറിച്ച് ഓർത്തിട്ട് സംയമനം പാലിക്കുക. ഇതാണ് അതിൻ്റെ സങ്കടകരമായ വശം. അതുകൊണ്ട് SYSന്റെ ആഭിമുഖ്യത്തിലോ SKSSFന്റെ ആഭിമുഖ്യത്തിലോ വമ്പിച്ച പ്രതിഷേധ റാലികളൊന്നും ഇത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. നേരെ മറിച്ച് അറബി രാജ്യങ്ങളെ ആക്രമിക്കാതെ ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചു, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ആക്രമണം ഈ അറബി രാജ്യങ്ങളെ വിരളി പിടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്താതെ പോയിരുന്നെങ്കിൽ ഇവരെല്ലാവരും ശക്തമായിട്ട് പ്രതികരിച്ചു. പിന്നെ പ്രതികരിക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിക്കാർ. അവർ വളരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. മാധ്യമത്തിൽ ഈ മരിച്ചുപോയ നേതാവിനെ പേർഷ്യൻ സിംഹം എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചത്. അതൊക്കെ ജോറായി. പേർഷ്യൻ സിംഹം കാലം ചെയ്തു എന്ന രീതിയിലുള്ള വാർത്തകൾ അടിച്ച് വായനക്കാരെ ഉത്തേജിപ്പിക്കാനുള്ള ശ്രമമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് സിറാജിലോ അല്ലെങ്കിൽ സുപ്രഭാതത്തിലോ ഈവൻ ചന്ദ്രികയിൽ പോലും അങ്ങനെ വലിയ സൂപ്പർലേറ്റീവ്സ് ഒന്നുമില്ല, വലിയ ഡെക്കറേഷനൊന്നുമില്ല. ഇസ്രായേൽ ഇറാന് നേരെ നടത്തിയ ആക്രമണം സങ്കടകരമാണ്, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, മഹാപാപമാണ് എന്നൊക്കെയുള്ള രീതിയിൽ. എങ്കിലും ചന്ദ്രികയെ ലോകമല്ലേ, പങ്കില മാനസർ കാണുകയില്ലേ എന്ന മട്ടിലാണ് ഇവിടുത്തെ ഈ പത്രങ്ങൾ വാർത്ത കൊടുത്തത്. അതിനേക്കാളും ഉഷാറാണ് മലയാള മനോരമ. മനോരമയ്ക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. മനോരമയ്ക്ക് നമ്മുടെ നെതന്യാഹുവിനെയും പേടിയില്ല, ട്രംപിനെയും പേടിയില്ല, വായനക്കാരൻ മാത്രമേ പേടിയുള്ളൂ. ഇതിൻ്റെ ഫലമായിട്ട് സർക്കുലേഷൻ ഞാൻ കുറഞ്ഞു പോയാലെന്ന് വെച്ചിട്ട് അച്ചായം നല്ല കത്തിക്കലാണ് കത്തിച്ചിട്ടുള്ളത്. മാതൃഭൂമി മോശമാക്കിയിട്ടില്ല, പക്ഷേ മനോരമയോളം എത്തിയിട്ടില്ല. ഇതാണ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ട ആളുകൾ ആരാണ്? നമുക്കറിയാതെ CPM-കാരാണ്. CPM-കാർ വളരെ ശക്തമായിട്ട് രംഗത്തിറങ്ങിയിട്ട് MA ബേബി അപലപിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ ഉടനെ തന്നെ പത്രപ്രസ്താവന പുറപ്പെടുവിച്ചു. പിന്നെ പിണറായി വിജയൻ പ്രതികരിച്ചു. MV ഗോവിന്ദൻ താത്വികമായിട്ട് സംസാരിക്കുന്നുണ്ട്. DYFIയുടെ അനിഷേധ്യ നേതാക്കളായിട്ടുള്ള ഡബിൾ റഹീം, അതുപോലെ വാസിഫും, പിന്നെ സനോജും, SFIയുടെ ഡിഗ്രി വാലന്മാരും എല്ലാവരും വമ്പിച്ച പ്രതിഷേധവുമായിട്ട് റോഡിലിറങ്ങി. ഇനി അമേരിക്കയെ പൂട്ടിക്കെട്ടിച്ചിട്ടേ വേറെ കാര്യമുള്ളൂ എന്നുള്ളതാണ് SFIയുടെ പ്രഖ്യാപിതമായ നയം. ട്രംപിനോട് അവർ പറയുന്നത് യുവർ ഡാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്ന്. ട്രംപിൻ്റെ പരിപ്പ് ഇറാനിൽ വേവില്ല എന്നാണ്. ഏതായാലും പരിപ്പ് വേവില്ലോ എന്നുള്ള വേറെ കാര്യമാണ്. തെരഞ്ഞെടുപ്പ് അടുത്തേക്കുന്ന സമയമല്ലേ. മുസ്ലിം ലീഗുകാർക്ക് പ്രതികരിക്കുന്നതിന് പല പരിമിതികളുമുണ്ട്, പരാധീനതകളുമുണ്ട്, പരിധികളുമുണ്ട്. നേരെ പറഞ്ഞ് മാർക്സിസ്റ്റുകാർക്ക് പ്രതികരിക്കുന്നതിന് യാതൊരു തടസ്സമില്ല. ഇറാനെ രക്ഷിച്ചിട്ടേ ഇനി വേറെ കാര്യമുള്ളൂ, ഇറാനെ വീണ്ടെടുത്തിട്ടേ വേറെ കാര്യമുള്ളൂ. അമേരിക്കയുടെ അവസാനത്തെ ഭടൻ പോലും ഇറാനിൽ നിന്ന് പോയതിന് ശേഷം ഇസ്രായേലിൻ്റെ അവസാനത്തെ വിമാനം വരെ വെടിവെച്ച് വീഴ്ത്തിയതിന് ശേഷം മാത്രമേ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വിശ്രമമുള്ളൂ. അതിനുശേഷമേ ഇനി ഗോവിന്ദൻ മാഷ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോലും കടക്കും. അപ്പോൾ MA ബേബിയും ഡബിൾ റഹീമും ഗോവിന്ദൻ മാഷും വസീഫും ശിവപ്രസാദും ഉള്ളിടത്തോളം കാലം അമേരിക്കക്കാർക്ക് ഇറാനിൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റുകയില്ല. ഇറാനു വേണ്ടി പാർട്ടി സഖാക്കൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങും. DYFI, SFI, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, കർഷക തൊഴിലാളി സംഘടന എന്ന് വേണ്ട സകല സംഘടനകളും ഈ ധർമ്മസമരത്തിൽ പങ്കെടുക്കും. അങ്ങനെ ഇറാൻ്റെ പരമാധികാരവും അവരുടെ സ്വയം നിർണയാവകാശവും ഉറപ്പിക്കും. അങ്ങനെ അമേരിക്കയെ നമ്മൾ മുട്ടൂത്തി.